വലിയ ഐഡിയ ആണ് കേട്ടോ. സ്കൂൾ എന്തിനാ ഇന്ന് ലീവ് കൊടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. നോക്കിയിട്ട് ഡിസൈൻ ഇതാണ് ഡിസൈൻ ഇതാണ് ആയതിങ്ങനെയാണ്. വെയിച്ചതാന്ന് പറഞ്ഞാൽ എനിക്ക് വെയിക്കണമെന്ന് അറിയില്ല എന്നുള്ളൊരു വാക്കായിരുന്നു. ഇപ്പൊ അവളെ മോൾക്ക് വേണ്ടി നോക്കൂ എന്ത് രസാക്കി വെച്ചു. ചന്ത കാണാൻ വെക്കുന്നതാ, ചന്ത കാണാൻ. അപ്പൊ നിങ്ങൾ സന്തോഷത്തിന് വെക്കുന്നല്ല, ചന്ത കാണാൻ വെക്കും. ഹായ്, വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഈദാണ്. ഇന്ന് 4 അല്ലെങ്കിൽ മറ്റന്നാൾ ഈദാവുന്നു. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ വാങ്ങണം, ഈദിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ നടത്തുന്നത്. അതായത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, വണ്ടി വാഷ് കൊടുക്കണം. അതിൻ്റെ ഒരു കുഞ്ഞു ലോഗാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ. നിങ്ങൾ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എനിക്ക് എൻ്റെ ഫാമിലിക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാ ഇന്നത്തേക്ക് 60+ എബോവ് ഡേയ്സ് ലോഗ് ആയിട്ടുണ്ട്. എനിക്ക് ഓരോ ഡേയ്സും ഓരോ മോട്ടിവേറ്റാണ്. അത്ര വ്യൂസ് ഇല്ലെങ്കിലും ഞാൻ എൻ്റെ എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. സംടൈംസ് എനിക്ക് വീഡിയോ എഡിറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വർക്കും ഉണ്ടാവില്ല. ഇവിടെ നോമ്പും പിടിക്കണം, പിന്നെ നോമ്പിലത്തെ കാര്യങ്ങൾ നോക്കണം. അതൊക്കെ ഒരുപാട് സ്ട്രെസ് ഈ നോമ്പ് കാലത്ത് വന്നിട്ടുണ്ട്. ഒരു 1 to 2 ഡേയ്സ് മിസ്സായിട്ടുണ്ട്. എത്ര കേട്ടോ 1 to 2 ഡേയ്സ് മിസ്സായിട്ടുണ്ട് ഓരോ വീഡിയോസ്. ബാക്കി എല്ലാ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുന്നവർക്ക് വളരെ ഈസിയായ ഒരു കണ്ടൻറ് ആയിരിക്കും, വളരെ ഈസി ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു വ്ലോഗ് ചെയ്യാന്നുള്ളത് ഈസി അല്ല. ആൻഡ് റീൽസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അത്രയൊന്നും ഈസി അല്ല കേട്ടോ. എന്തായാലും ഞാൻ റീച്ച് ഇല്ലെങ്കിലും ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ വ്യൂസ് ഒന്നും നോക്കാറില്ല. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എൻ്റേത് വ്യൂസ് ഒന്നും നോക്കാതെ അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ഒന്നല്ല ഒരു ദിവസം ക്ലിക്കാവുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുമാത്രമല്ല എൻ്റെ കുട്ടികൾക്കാണെങ്കിലും എന്താ പറയുക, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവർ വളർന്നു വരുമ്പോഴുള്ള ലൈഫ് സ്റ്റൈൽ വലുതായ ശേഷം അവർ വീഡിയോ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ചില സമയത്ത് എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നത് കുട്ടികൾ വരിപ്പിക്കുമ്പോഴും വെപ്രാള ചെയ്യുമ്പോഴാണ് കേട്ടോ. അതുവരെ എന്താ സാറ് പറയും, കാര്യം പറയും, എന്താ പറയും. ഞാൻ പോയിട്ട് മറന്നു പോയിട്ട് വരാം. ഞാൻ പോയിട്ട് സാധനം വാങ്ങാൻ പെരുന്നാളാണ്. വലിയ ഐഡിയ ആണ് കേട്ടോ. സ്കൂൾ എന്തിനാ ഇന്ന് ലീവ് കൊടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. 4 ഈദ് ഡേ തന്നെ ലീവ് കൊടുത്താൽ മതിയായിരുന്നു. ഇന്നൊന്നും കാര്യം നടക്കില്ല. കുട്ടികളെ വിട്ടിട്ട് പേട്ടത്തിനെ വിട്ടിട്ട് അവളും സ്ട്രെസ് ആവും. അവളാണെങ്കിൽ ചോബിനെ വർക്കിട്ടാണ് മെഹന്തി വെച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അത് വെച്ചിട്ട് അവൾ ചോബിനെ വർക്കാൻ നിൽക്കുന്നു. അവലേക്ക് മാനേജ് ചെയ്ത് പോവായിരിക്കും. എന്തായാലും നോക്കാം. വണ്ടി വാഷ് ചെയ്യാൻ കൊടുത്തു. വണ്ടി വാഷ് ചെയ്യുമ്പോൾ അവിടെ ഇല്ല. പക്ഷെ ഞാനവിടെ സൈഡിൽ വണ്ടി നിർത്തി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഫുള്ള് ബ്ലോക്കാണ്. എൻ്റെ കൊണ്ടിട്ടല്ല, അവിടെ ഇതന്നെ ബ്ലോക്കാണ് കേട്ടോ. അവിടെ ലോറി വന്നിട്ട് ബ്ലോക്കായതാ. കോഡ് പറഞ്ഞു പോയി. കക്കണ്ട, കോഡ് ചേഞ്ച് ചെയ്യാൻ. ഓടിക്കൊണ്ടെന്ന് വിചാരമുണ്ട്. കയറുന്നു, കംപ്ലൈൻറ്റ് വരുന്നു. പുറത്തുനിന്ന് കുട്ടികൾ വന്നിട്ട് ഗ്ലാസ് പൊട്ടിച്ചു. എന്താ ചെയ്യുക, നമ്മൾ ഇത്രയും കെയർഫുള്ളാക്കിയിട്ട് പുറത്തുലത്തെ കുട്ടികൾ ഗ്ലാസ് പൊട്ടിച്ചു. ഞാൻ ഒന്ന് ഒരിക്കട്ടെ ഓണമില്ല അമ്മ ചീത്ത പറയുന്നത്. അപ്പം ഞമ്മക്ക് അവർ ഇതാക്കല്ലേ, കുട്ടികൾ ഗ്ലാസ് അടിക്കും, ഗ്ലാസ് കടിക്കുന്നു. ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ നടിയാവുന്ന വേണ്ടെന്ന് വിചാരിച്ചത്. പൊട്ടു പോലെ എവിടെയെങ്കിലും കൈക്ക കാൽക്ക് തട്ടിടുന്നെങ്കിൽ എന്താ ಅಂತ ഗ്ലാസ്സിന് മനുഷ്യന്മാരുടെ ജീവത്തന്നെ ഗ്ലാസ്സാ. ഷസാന
ഒരു കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടാ, ഒരു കയ്യിൽ വെച്ചിട്ട് പുതിനായിട്ട് വല്ല ഇരിക്കുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെഹന്തി വെക്കുന്ന. ചോബി പെണ്ണെടുത്തിക്കണ മൊയ്സിന്റെ പെണ്ണി എടുത്തിക്കണ. ഇല്ല മൊയ്ജ് ഇല്ല, എടുത്തിട്ടില്ലാന്ന്. അപ്പൊ ഇപ്പൊ വില്ലനാറ് ചോബിന്റെ എന്തായാലും ഇപ്പൊ ചോബിന് ഇല്ല മൊയ്ജ്, പാവ ചോബ് എടുത്തിട്ടില്ല. അപ്പൊ ഇത് നോക്കിട്ട് ഡിസൈൻ ഇതാണ്, ഡിസൈൻ ഇതാണ് ആയതിങ്ങനെയാണ്. ഇല്ല രസമായിക്കുന്നുണ്ട്, അത്ര ഇൻസൾട്ട് ഒന്നും വേണ്ട. ഇങ്ങനെ വെച്ചതറിയ, ഇങ്ങനെ ഉദ്ദേശിച്ചതാ മൂപ്പർത്തി. അതായത് ഇങ്ങനെയാണ്. ആയാലും ഓക്കെ, പാവ കുട്ടി കാണിക്കുന്നുണ്ടല്ലോ പെണ്ണ്. ഉമ്മ വെക്കുന്നതല്ല കാര്യം. ഇത്ര നേരം ഇന്നെ സ്ലോ വെക്കും, പിന്നെ അത്ര വെയിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. എന്താ ചോബി നോക്കൂ, ഇത് ഡ്രൈ ഒക്കെ വെച്ച് അതേപോലെ സൂക്ഷിച്ച് വെക്കുന്നു. അപ്പൊ ശോഭിത്തന്നെ നാളെ പുതുനാട്ടിയാണ്. ശോഭിത്താന്റെ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാം ആക്കാനുണ്ട്. നാളെ ഗെറ്റ് റെഡി വിത്ത് മീ, 3 ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് ഏട്ടത്തിയാണ് ചെയ്യുന്നത്. 3 നല്ല ഡ്രസ്സ് പാന്റ് ഞാൻ വീഡിയോ എടുക്കണം. നീ എഴുതക്കരെ മെഹന്തി ഫിനിഷ് ആയി. ശോഭ എടുത്തിട്ട് കാണിക്കണം കേട്ടോ. ഉಗುರು ಬೇಕಾ? കാലുകൊക്കെ വെക്കാനുണ്ട്. ഒരുത്ത റബ്ബേ, കാലുകൊക്കെ വെക്കാനുണ്ടെന്ന് വെക്കും. എന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എനിക്ക് ആരും മെഹന്തി ഒന്നും വെക്കാറൊന്നുമില്ല. വർക്കാണ് കേട്ടോ. മെഹന്തി വെച്ചിട്ട് ഡ്രൈ ആക്കിട്ട് വർക്കാണ്. അങ്ങനെ ഉണ്ട്, നല്ല ഡ്രസ്സല്ലേ. അങ്ങനെ വറങ്ങും. അത് ഡ്രൈ ആവുന്നവരെ അങ്ങനെ സൂക്ഷിച്ചിട്ട് വറങ്ങും ജോബി, ചോക്കാൻ വേണ്ടി. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാ. നമ്മൾക്ക് വേണമെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. വേണ്ടില്ലെങ്കിൽ അത് അടുത്തുണ്ടെങ്കിലും അത് വേണ്ട. വേണമെങ്കിൽ അത് എത്ര ദൂരായാലും അതെന്തായാലും കഷ്ടപ്പെട്ട് ചെയ്യും. എനിക്കൊരു മെഹന്തി കയ്യിൽ വെയിച്ചതാന്ന് പറഞ്ഞാൽ എനിക്ക് വെയിക്കണമെന്ന് അറിയില്ല എന്നുള്ളൊരു വാക്കായിരുന്നു. ഇപ്പൊ അവളെ മോൾക്ക് വേണ്ടി നോക്കൂ എന്ത് രസാക്കി വെച്ചു. ഞാൻ കളിയാക്കാൻ വേണ്ടി വന്നതാ. അതെല്ലാം കട്ടാക്കണേ. അപ്പൊ ഇതാ നല്ല രസാക്കി മാഷെല്ലാം വെച്ചിക്കണം. ഓ എന്ത് കുഞ്ഞി, ഇത് എന്തോരം ഇറിറ്റേഷൻ ആണ് മൊയ്സ്. റാഗി സർബത്ത് ഉണ്ടാക്കാൻ കേട്ടോ. ഇവിടെ പാല് ഉമ്മക്ക് തേങ്ങ ചെറുകുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. തേങ്ങ ചെറുകുമ്പോൾ തേങ്ങ ഒക്കെ ഇട്ടാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ബോഡിയും കൂളിംഗ് എഫക്റ്റാണ്. നല്ല രസമാണ് കുടിക്കാൻ വരെ. പിന്നെ ശർക്കരൻ്റെ പാനി ഇവിടെ ഓൾറെഡി രാവിലെ തന്നെ, ഇതൊക്കെ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കട്ടോ. ശർക്കരൻ്റെ പാനിയ ഇത്, ശർക്കരൻ്റെ പാനിയ ഇത്. റാഗിൻ്റെ ഞാൻ കാണിച്ചിരുന്നല്ലോ, റാഗിൻ്റെ കട്ട് ചെയ്തിട്ട് ജെല്ലി ടൈപ്പ്. ഇഷ്ടപ്പെട്ട് കഴിക്കട്ടോ. കുട്ടികളാണെങ്കിൽ കുറച്ച് പതിൻ്റെ കൂളാവണം കേട്ടോ. കൂളാവാൻ വയ്ക്കും. അതിനാണ് ഉച്ചക്ക് തന്നെ റെഡി ആക്കുന്നത്. ഇപ്പം നമുക്ക് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. തേങ്ങാപ്പാൽ എടുത്തിട്ട് മിക്സിയിൽ അരക്കാനിടും. ഉമ്മ പണിയെടുക്കുമ്പോൾ എനിക്ക് കിച്ചൺ നൂറാൻ പറ്റില്ല എന്ന് ചില സമയത്ത്. കാരണം ഉമ്മക്ക് ഭയങ്കര ചൂടാണ് കിച്ചണിൽ. അത് ഓട്ടോമാറ്റിക്കലി ദേഷ്യം പിടിക്കുന്നതാണ്. ഈ ക്യാമറ ഓഫ് ആയാലും ചൂടൊക്കെ സ്റ്റാർട്ടാവും. ഇപ്പത്തെല്ലാം ജഡ്ണ്ട പോയി ആവല്ലേ, ಬೇಗ പോയി. ഒന്ന് ഇറിറ്റേഷൻ ആക്കണ്ട മീൻസ്. എന്തിനും വാശി പിടിക്കുന്ന അങ്ങനെ. പിന്നെ തേങ്ങാപ്പാൽ അറക്കുമ്പോൾ തന്നെ ഏലക്ക ഇട്ടിരുന്നു കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് മിക്സി ജാറിലിട്ടിട്ട് എടുക്കും. പിന്നെ ഈ പാൽ മേബി മിക്സ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഇതായിരിക്കും പിന്നെ ജഗ്ഗരി വട്ടത്. ഇത് നോമ്പ് തുറക്കുന്ന സമയം മാത്രമല്ല കേട്ടോ, എല്ലാ ടൈമിലും ഏത് ടൈമിലും ഇത് കുടിക്കണം. ഇത് പശുപ്പാലാണ്. ഇതിലേക്ക് ഇപ്പം കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കതി കിട്ടാൻ പാടില്ല. ബന്ന
വന്ന ശർക്കര പാനി ഇങ്ങനെ വഹിച്ചു കൊടുക്കുക. ഇത് രാവിലെ തന്നെ ഉണ്ടാക്കി വയ്ക്കും ശർക്കര പാനി എടുക്കുക. ശർക്കര ഉണ്ടാവാൻ മണം കണ്ടില്ലേ? ഇനി നമ്മളെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതായിട്ട് വഹിച്ചു കൊടുത്ത് ഇത് കാണിച്ചിട്ടില്ല എന്ന് പറയേണ്ടതാ. കാണിച്ചിട്ടാ ശബത്ത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പിന്നെ പറയണം. നോമ്പ് തുറക്കുന്ന സമയം മാത്രമല്ല, എല്ലാ സമയത്തും ഇത് സ്കൂൾ ലീവുള്ള സമയത്ത് കുട്ടികൾക്ക് ഒരു ഗ്ലാസ് ഡെയിലി ഉണ്ടാക്കാൻ പണിയില്ലാന്നില്ല, ഉണ്ടാക്കാൻ നല്ല പണിയുണ്ട്. പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഇതന്നെ ആയിരുന്നു. 30 നോമ്പിലും 15 നോമ്പിലും ഈ ഒരു റാഗിൻ്റെ സർബത്താണ് കേട്ടോ. കുടിക്കാൻ ഇഷ്ടപ്പെട്ട കുട്ടികൾ കുടിക്കും. അല്ല കണ്ടില്ലേ? ഇപ്പം ഇത് ഒരു 3 hours മുമ്പ് ഫ്രിഡ്ജിൽ വയ്ക്കും. ലെഗും വെച്ചിട്ട് നമ്മളെ ചോബിത്താണ്ട് ലെഗും മെഹന്തി ഏട്ടത്തി വെച്ചിട്ടാണ്. അതായത് വറങ്ങാതെ കാത്തി നിൽക്കാണ് ഡ്രൈ ആവാൻ വേണ്ടി. കുഞ്ചി കിട്ടി വണങ്ങിയ വറങ്ങട്ടാ. ചീർക്കുറുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉമ്മാൻ്റെ ഫസ്റ്റ് നോമ്പ് തുറക്കുന്ന സ്പെഷ്യലായിൽ ഈ ഒരു ഫസ്റ്റാണ്. പിന്നെ രാത്രിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വറങ്ങി എണിച്ചിട്ടാണ് കേട്ടോ മൊമോസ് വെച്ചത്. കാരണം എന്ന് വെച്ചാൽ വറങ്ങാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് ടൗണിൽ പോയിട്ട് ഉമ്മ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നല്ലോ. നമ്മൾ പോയിട്ട് വന്ന ശേഷം വണ്ടി കഴുകുന്നവിടെ ഫുള്ള് റഷാണ് കേട്ടോ. ഫുള്ള് റഷ് എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് വണ്ടീൻ്റെ റഷാണ്. കഴുകാനൊന്നും ടൈമില്ല, ഒരുപാട് നിൽക്കണം. അതായത് ഇപ്പോൾ വണ്ടി കൊടുത്തത് ഉച്ചയ്ക്ക് വണ്ടി കൊടുത്താലും നോമ്പ് തുറന്നിട്ട് 10 മണിയാകുമ്പോൾ, അതായത് 7, 8, 9 മണിയാകുമ്പോൾ നമുക്ക് അവർ ഫോൺ വിളിക്കും. അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. ജസ്റ്റ് വാട്ടർ വെച്ച് വാഷ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. ഇല്ല, വാഷ് ചെയ്യാൻ പറ്റില്ല, ഇത് വാട്ടർ വയ്ക്കാൻ പറ്റില്ല, റബ്ബ് ചെയ്യണം, അതായത് നമ്മൾ വൈപ്പ് ചെയ്യണം, വൈപ്പാണ് അതിന് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചാൽ ഓക്കെ പ്രശ്നമില്ല. വീട്ടിൽ കൊണ്ടുവന്നു, വണ്ടി സീതെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ ശേഷം ഞാനേ കഴുകുക. ഞാൻ വന്നിട്ട് ഞാനിവിടെ വെള്ളമൊക്കെ വഹിച്ചിട്ട് വണ്ടിയൊക്കെ കഴുകിയിട്ട് ഫ്രൈ ആവാൻ വെച്ച് ലൈറ്റായിട്ടാണ്. കാരണം ഒരുപാട് വണ്ടി കഴുകണ്ട. എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് 2-3 weeks ആയിട്ടില്ലല്ലോ വണ്ടി കൈ വന്നിട്ട്. ജസ്റ്റ് ഒരു വെള്ളം ഇങ്ങനെ പൊടി പാറാൻ വേണ്ടി വെള്ളം വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ അവിടുന്ന് ആ വീട്ടുകാരോട് വെള്ളത്തിൻ്റെ പൈപ്പൊന്ന് ചോദിച്ച ശേഷം പിന്നെ ഞാൻ അവരോട് പൈപ്പ് ചോദിച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അവിടെ ഫാബ്രിക്കിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവർ വണ്ടീൻ്റെ ബാക്കിൽ ഞാനത് ഗ്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടി വണ്ടിയിൽ വെച്ചിട്ടായിരുന്നു. ആ ഫാബ്രിക്കിൻ്റെ ക്ലോത്തിൽ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് കവറൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോഴേക്ക് നല്ല ചൂടാണ്. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ആ വെയിലൊക്കെ നിന്നിട്ടാണ് ഭയങ്കര ടയർഡായിരുന്നു. കാരണം തൊണ്ട വട്ടിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ നേരെ വന്നിട്ടാണ് കുറച്ച് തിരക്കും മേൽക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രഷായിട്ട് ഒരു വർക്കാണ്. വറങ്ങിയിട്ട് ഞാൻ ഇപ്പം എനിക്കുന്നത് 5-6 മണിക്കാണ് ഞാൻ നിൽക്കുന്നത്. അതിലേക്ക് ഉമ്മ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ്. ഫുഡ് മീൻസ് ഈ സേമിയ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ്. പിന്നെ ഉമ്മ കുക്കിംഗ് ഉണ്ടാക്കിയാൽ പാത്രങ്ങളൊക്കെ ചതിരിച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എനിച്ചിരുന്നാക്കി മൊമോസ് ഒന്നും ആവിൽ വേവിക്കാൻ വെച്ചിട്ട് ഈ ഒരു സംഭവം കഴുകാൻ വെച്ചു. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നല്ലോ. ചിക്കനെല്ലാം ഞാൻ പിന്നെ അതെല്ലാം വീഡിയോ ആക്കില്ല, അത് വളരെ എന്തിനാണ് വെച്ചു. പിന്നെ കൈപ്പല സാര വന്നിട്ടുണ്ട് കേട്ടോ, വെള്ളം അടിക്കുന്നുണ്ട്. ನಾಗಂತ ಇಟ್ಲ ಟೈಮ್ ಇದೆ ಟಿವಿ ಆನ್ ಆಗ್ತದ ಡಿಪ್ ಚೇರ್ಗಕ್ಕೆ ഹാഫാക്ക മെഹന്തി കളിക്ക് ചോബി. അപ്പോൾ ചോബിൻ്റെ മെഹന്തി വരഞ്ഞ് വെച്ചിട്ടുള്ള ഇതാ ചോന്തുക്കണ. ഇന്നൊരു കൈ കാണിക്ക്.
മെഹന്തി ഇന്നർ കൈ കാണിക്കും ആ കൈ കാണിക്കും എന്തിനാ ഈ മക്ക പെരുമാറും ചിക്കൻ നല്ല സെലക്ട് എന്നൊക്കെ നോക്കണ്ട അവൾക്കും ಗೊತ್ತಿಲ್ಲ സ്കൂളിലല്ല ഇംഗ്ലീഷ് നോക്കടിയ പോടക്കെ മൊയ്ജ ഇങ്ങനെ കാണിച്ചാലല്ല മൊയ്ജ് ഈ പേരിൽ കട്ടാവും പോലീസ് കട്ടാക്കി കൊണ്ടുപോകും അത് കാട്ടറില്ല എന്ത് പ്രോബ്ലം ഇല്ലേരി അത് ആൾമാർക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് വെച്ച് അത് അങ്ങനെ ഉള്ളേ അപ്പൊ നമ്മൾ മനുഷ്യന്മാരെ പെരലല്ലേ ഇങ്ങനെ ഉള്ളേ നോക്കൂ അങ്ങനൊന്നുമില്ല ഇത് വേർഡ് അങ്ങനെ ഇംഗ്ലീഷിലാണ് അപ്പൊ അവർക്ക് ദർശനം ജയിലിൽ വന്ന് ഇങ്ങനെ കാലി പെരൽ ഇങ്ങനെ അപ്പൊ ജീജു ഓട്ടില്ല പോയിട്ട് ഓട്ടും കാക്ക പോയിട്ട് ജീജുവിനെ കാട്ടി കാട്ടിട്ട് പിന്നെ ഡിലിറ്റാക്കി തരാം അത് രണ്ടൊരു ഫോട്ടോ ഉണ്ട് എന്ത് 6 മാത്രമേ അത് പൂജക്ക് വെച്ചിട്ട് ഊത് കിട്ടിയല്ലോ കണ്ടു ടേസ്റ്റ് ഇതെന്ത് ഇതെങ്ങനെ ഇട്ടില്ല പാലില്ല എന്നാണ് ശോഭ നോമ്പ് തുറക്കാണ് ശോഭ ഫുള്ള് നോമ്പായിരുന്നു ഇന്ന് അപ്പൊ നോമ്പ് തുറക്കുന്ന എന്ത് വർക്ക് 2 ഗಂಟೆ പറഞ്ഞാണ് കൈ കാണിക്കുന്ന ശോഭി രണ്ട് പുതുനാട്ടിക്ക് ഒരു കയ്യിലായിട്ടാ പെരുന്നാൾക്ക് ഒരു കൈയില്ല ഇത് ഒരു കയ്യില്ല ഇപ്പൊ മൊയ്സിന്റെ ഒരു കയ്യില്ല അപ്പൊ ശോഭി ചോദിക്കാണ് മൈജ ചന്ത കണ്ട അപ്പൊ മൊയ്സ് പറയാണ് ചന്ത കണ്ടെന്ന് നല്ല രസമായിരുന്നു സംസാരം കമ്മ്യൂണിക്കേഷന് സ്പ്രെഡാക്കല്ല ശോഭി മൊയ്സ് അത് സ്പ്രെഡാക്കാതെ വെയിറ്റ് ആക്കുന്ന ശോഭി സ്പ്രെഡാക്കല്ലേ സ്പ്രെഡാക്കല്ലേ അപ്പൊ പെരുന്നാൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ചോബി സൂപ്പർ പറയും സൂപ്പർ അപ്പോഴേക്ക് എൻ്റെ കയ്യും ഇതാ മുറിഞ്ഞിട്ട് ഗ്ലാസ് എടുക്കുമ്പോൾ ആ ഗ്ലാസ് ഞാൻ ഊരിയെടുത്തു പക്ഷെ അതെടുക്കുമ്പോൾ തക്കാൻ തട്ടി മുറിഞ്ഞ് ആൻറ്റി വെച്ചതാണോ ഇതാര് വെച്ച് ചോബി ഇതാര് വെച്ച് ചോബി ആൻറ്റി വെച്ചാ ഇഷ്ടപ്പെട്ട ചോബി ചന്തക്കണ്ട ചോബി എന്താണ് ചന്തക്കണ്ട എന്ന് പറഞ്ഞാല് കയ്യിൽ വെച്ച പോരെ ചന്ത കാണുന്ന എന്തിനാണ് ചന്ത കാണുന്ന എന്തിനാണ് ചന്ത കാണിക്കാനാണ് വയ്ക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയല്ലേ വയ്ക്കുന്നേ ചന്ത കാണാനാണ് വയ്ക്കുന്നത് സന്തോഷത്തിനാണ് വയ്ക്കുന്നത് ചന്ത കാണാൻ വയ്ക്കുന്നതാ ചന്ത കണ്ട അപ്പൊ നിങ്ങൾ സന്തോഷത്തിന് വയ്ക്കുന്നല്ല ചന്ത കാണാൻ വയ്ക്കുന്നല്ലേ